ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലെ പ്രോബ്ലംസ് ചെയ്യണം. പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യമായ ഇക്വേഷൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ഇക്വേഷൻ ഇമ്പൾസ്. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് ഈക്വൽ ടു എം വി മൈനസ് എം യു. എം വി മീൻസ് ഫൈനൽ മൊമെന്റം, എം യു ഇനിഷ്യൽ മൊമെന്റം. അടുത്തത് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു എം എ. ഇവിടെ നമ്മൾ എക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രോബ്ലംസ് ചെയ്യേണ്ടി വരും. ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ആക്സലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, ഇതിനെ ഇത്രയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അവിടുന്ന് എയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് എക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2s എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2s എന്ന ഇക്വേഷൻ കിട്ടുന്നു. വീണ്ടും എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന ഇക്വേഷനിൽ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന ഇക്വേഷൻ ഓഫ് മോഷനിൽ നിന്ന് എയുടെ വാല്യൂ വി മൈനസ് യു ബൈ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്ന ഇക്വേഷൻ ഫോഴ്സിന് കിട്ടുന്നു. ഇനി റീകോയിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് വി ഈസ് ഈക്വൽ ടു മൈനസ് എം വി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. സ്മോൾ എം എന്ന് പറയുന്നത് മാസ് ഓഫ് ബുള്ളറ്റ് ആണ്, വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് ആണ്, ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് മാസ് ഓഫ് ഗൺ ആണ്. അടുത്തത് കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മ്യൂ എസ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഇനി ഒരു വെഹിക്കിൾ ഒരു ലെവൽ റോഡിൽ കൂടി മൂവ് ചെയ്യുമ്പോൾ അതിന് അലൗഡ് ആയിട്ടുള്ള മാക്സിമം സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അലൗഡ് സ്പീഡിനെ നമ്മൾ വി അലൗഡ് എന്ന് വിളിക്കുന്നു. വി അലൗഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ എസ് ഇൻറ്റു ആർ ജി. ഈ ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കണം, പല പ്രോബ്ലങ്ങളിലും വേണ്ടി വരുന്നതാണ്. അടുത്തത് ബെൻഡിങ് ഓഫ് എ സൈക്ലിസ്റ്റ്. ഒരു സൈക്ലിസ്റ്റ് ഒരു ലെവൽ റോഡിൽ ഒരു കർവ് ടേൺ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വെർട്ടിക്കൽ പൊസിഷനിൽ നിന്ന് ഒന്ന് ബെൻഡ് ചെയ്യും. ഈ ബെൻഡ് ചെയ്യുന്നത് തീറ്റ ആംഗിളിലേക്കാണ്. അപ്പോൾ ഇദ്ദേഹം ബെൻഡ് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. അങ്ങനെയെങ്കിൽ ടാൻ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ജി. ആർ എന്ന് പറയുന്നത് ഇദ്ദേഹം കവർ ചെയ്യുന്ന സർക്കുലാർ ട്രാക്കിന്റെ റേഡിയസ് ആണ്. വി എന്ന് പറയുന്നത് ഈ സൈക്കിളിന്റെ വെലോസിറ്റി ആണ്. അവിടുന്ന് തീറ്റ നമുക്ക് കണ്ടുപിടിക്കാം ടാൻ ഇൻവേഴ്സ് വി സ്ക്വയർ ബൈ ആർ ജി. ബാങ്കിങ് ഓഫ് കർവ് നടത്തിയ ഒരു റോഡിൽ, ഓൺ എ ബാങ്ക്ഡ് റോഡ്, ഒരു വെഹിക്കിളിന് കിട്ടാവുന്ന ഒപ്റ്റിമം സ്പീഡിന്റെ ഇക്വേഷൻ ആണ് വി ഒ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. അതുപോലെ മാക്സിമം പെർമിസിബിൾ സ്പീഡിന്റെ ഇക്വേഷൻ ആണ് വി മാക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. അപ്പോൾ ഇത്ര ഇക്വേഷൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് വേണ്ടത്. ഒന്നാമത്തെ പ്രോബ്ലം ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം എന്ന ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ ബാറ്റ്സ്മാൻ ഹിറ്റ്സ് ബാക്ക് എ ബോൾ സ്ട്രെയിറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ബോളർ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഇനിഷ്യൽ സ്പീഡ് ഓഫ് 12 മീറ്റർ പെർ സെക്കൻഡ്. ഇഫ് ദി മാസ് ഓഫ് ദി ബോൾ ഈസ് 0.15 കിലോഗ്രാം, ഡിറ്റർമിൻ ദി ഇമ്പൾസ് ഇമ്പാർട്ടഡ് ടു ദി ബോൾ. അസ്യൂം ലീനിയർ മോഷൻ ഓഫ് ദി ബോൾ. ഈ ഫിഗറിലോട്ട് നോക്കൂ. ഒരു ബാറ്റ്സ്മാന്റെ കയ്യിലിരിക്കുന്ന ബാറ്റിലേക്ക് ബോൾ യു എന്ന ഇനിഷ്യൽ വെലോസിറ്റിയിലേക്ക് ചെന്ന് പതിക്കുന്നു. ബാറ്റ്സ്മാൻ ഈ ബോളിനെ ഹിറ്റ് ചെയ്ത് റിവേഴ്സ് ചെയ്യുന്നു വി എന്ന വെലോസിറ്റിയിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അങ്ങനെയെങ്കിൽ ഈ ബോളിനുണ്ടായ ഇമ്പൾസ് എത്രയാണ്? മാസ് ഓഫ് ബോൾ തന്നിട്ടുണ്ട് 0.15 കിലോഗ്രാം. ഇനിഷ്യൽ വെലോസിറ്റി യു 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി -12 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എടുക്കുന്നു, കാരണം ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തു. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം, ദാറ്റ് ഈസ് ഈക്വൽ ടു എം വി മൈനസ് എം യു. എം കോമൺ എടുക്കുന്നു, എം ഇൻറ്റു വി മൈനസ് യു. 0.15 ഇൻറ്റു വിയുടെ വാല്യൂ കൊടുക്കുന്നു -12, മൈനസ് യുവിൻ്റെ വാല്യൂ 12 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു -3.6 ന്യൂട്ടൺ സെക്കൻഡ്. സെക്കൻഡ് പ്രോബ്ലം: എ മെഷീൻ ഗൺ ഫയർസ് ബുള്ളറ്റ്സ് ഓഫ് മാസ് 40 gram each with a speed of 1200 meter per second. The person can hold the gun with a maximum force of 144 Newton. What is the maximum number of bullets that can be fired per second from the gun? ഒരു മെഷീൻ ഗണ്ണിൽ നിന്നും 40 gram മാസ് വീതമുള്ള കുറെ ബുള്ളറ്റുകൾ ഫയർ ചെയ്യുന്നു. ഇവ ഫയർ ചെയ്യുന്ന സ്പീഡാണ് 1200 മീറ്റർ പെർ സെക്കൻഡ്. ഈ ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം റീകോയിൽ ഓഫ് ഗൺ ഉണ്ടാകും. അത് ഓവർകം ചെയ്യാനായിട്ട് അദ്ദേഹം കൊടുക്കുന്ന ഫോഴ്സ് ആണ് 144 ന്യൂട്ടൺ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗണ്ണിൽ നിന്നും പെർ സെക്കൻഡിൽ ഫയർ ചെയ്യപ്പെടുന്ന മാക്സിമം നമ്പർ ഓഫ് ബുള്ളറ്റ്സ് എത്രയാണ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ഇൻ യൂണിറ്റ് ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ മാസ് ഓഫ് ബുള്ളറ്റ് തന്നിട്ടുണ്ട് m is equal to 40 gram. അതിനെ കിലോഗ്രാം ആക്കുമ്പോൾ 40 × 10⁻³ കിലോഗ്രാം, അതിനെ 0.04 കിലോഗ്രാം എന്ന് എഴുതാം. ഒരു ബുള്ളറ്റിന്റെ മാസ് ആണ് സ്മോൾ m എന്ന് നമ്മൾ എടുക്കുന്നത്. n എന്ന് പറയുന്ന നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ആണ്. ഒരു ബുള്ളറ്റിന്റെ മാസ് m, അപ്പൊ n ബുള്ളറ്റ്സിന്റെ മാസ് nm. അപ്പോൾ ടോട്ടൽ മാസ് ഓഫ് ബുള്ളറ്റ്സ് ക്യാപിറ്റൽ M ഈസ് ഈക്വൽ ടു
എൻ എം എന്നെടുക്കുന്നു. വെലോസിറ്റി ഓഫ് ഈച്ച് ബുള്ളറ്റ് 1200 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ഫോഴ്സ് തന്നിട്ടുണ്ട് 144 ന്യൂട്ടൺ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ഇൻ യൂണിറ്റ് ടൈം, ദാറ്റ് ഈസ് N/T. നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതാം. F = ma. ഇവിടെ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് ടോട്ടൽ ബുള്ളറ്റ്സിന്റെ മാസ് ആണ്. F m ഇൻറ്റു ആക്സലറേഷൻ, സിമ്പിൾ ആയിട്ട് വെലോസിറ്റി ബൈ ടൈം എന്ന് എഴുതാം. ഇനി ക്യാപിറ്റൽ എമ്മിന്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്നു. അപ്പൊ F nm × v/t എന്ന് കിട്ടുന്നു. ഇവിടെ n താഴെ നമ്മൾ ഈ t എഴുതുന്നു. അപ്പൊ നമുക്ക് F കിട്ടുന്നു mv × n/t. നമുക്ക് n/t അല്ലെങ്കിൽ നമ്പർ ഓഫ് ബുള്ളറ്റ്സിന് യൂണിറ്റ് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ n/t = F/mv എന്ന ഇക്വേഷൻ കിട്ടുന്നു. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫിന്റെ വാല്യൂ, എമ്മിന്റെ വാല്യൂ, വിയുടെ വാല്യൂ. അപ്പോൾ നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ഇൻ യൂണിറ്റ് ടൈം നമുക്ക് കിട്ടുന്നു 3. തേർഡ് ക്വസ്റ്റ്യൻ, ദി മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ y = ut + ½ gt². ഫൈൻഡ് ദി ഫോഴ്സ് ആക്ടിങ് ഓൺ ദി പാർട്ടിക്കിൾ. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എഴുതും. y = ut + ½ gt². ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടും. വെലോസിറ്റി v = dy/dt അല്ലെങ്കിൽ d/dt ഓഫ് y. ദാറ്റ് ഈസ് d/dt ഓഫ് y യുടെ വാല്യൂ നമ്മൾ കൊടുക്കുന്നു ut + ½ gt². ഇവിടെ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ ഓരോ ടേമിനും ഡിഫറൻസിയേഷൻ നടത്തണം. ദാറ്റ് ഈസ് d/dt ഓഫ് ut + d/dt ഓഫ് ½ gt². നമ്മൾ എല്ലാ സ്റ്റെപ്പും പറയുവാണ്. നമുക്കറിയാം ഡിഫറൻസിയേഷനിൽ കോൺസ്റ്റന്റ് ഡിഫറൻസിയേഷന് പുറത്തേക്ക് മാറ്റിയിട്ടിട്ട് ബാക്കി ആണ് നമ്മൾ ഡിഫറൻസിയേഷന് വിധേയമാക്കുന്നത്. അപ്പൊ u × d/dt ഓഫ് t പ്ലസ് ഇവിടെ ഹാഫും ജിയും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ½ × g × d/dt ഓഫ് t². d/dt ഓഫ് ടിയും d/dt ഓഫ് t²ഉം ഈ ജനറൽ ഇക്വേഷന്റെ ഫോമാറ്റിൽ സോൾവ് ചെയ്യാം. d/dt ഓഫ് t⁻n എന്ന് പറഞ്ഞാൽ n × t⁻n−1. അതിന് പ്രകാരം d/dt ഓഫ് t² ഇവിടെ n ന്റെ സ്ഥാനത്ത് 2 വരുന്നു. അപ്പൊ d/dt ഓഫ് t² = 2 × t⁻2−1. d/dt ഓഫ് t⁻n ആണെങ്കിൽ n × t⁻n−1. അപ്പൊ d/dt ഓഫ് t⁻2 ആണെങ്കിൽ 2 × t⁻2−1. 2−1 1 ആണ്. അപ്പൊ 2t എന്ന ആൻസർ കിട്ടുന്നു. അതുപോലെ d/dt ഓഫ് t ചെയ്യുമ്പോൾ d/dt ഓഫ് t⁻1 എന്ന് നമുക്ക് എഴുതാം. ഇവിടെ n ന്റെ സ്ഥാനത്ത് 1 ആണ്. അപ്പൊ 1 × t⁻1−1 എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് 1 × t⁻0. t⁻0 1 ആണ്. അപ്പൊ 1 × 1 ദാറ്റ് ഈസ് = 1. അതുപോലെ നമ്മൾ ഓർത്തിരിക്കണം, ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് 0 ആയിരിക്കും. ഇത്രയും റിസൾട്ടുകളാണ് നമ്മളെ ഈ സ്റ്റെപ്പുകൾ എഴുതാനായിട്ട് സഹായിക്കുന്നത്. ഇപ്പൊ u × d/dt ഓഫ് t നമ്മൾ കണ്ടു. d/dt ഓഫ് t എന്ന് പറയുന്നത് 1 ആണ്. ഇപ്പൊ u × 1 u എന്ന് എഴുതുന്നു. ½ × g × d/dt ഓഫ് t² എന്ന് പറയുന്നത് 2t ആണ്. അപ്പൊ d/dt ഓഫ് t²ന്റെ വാല്യൂ 2t എന്ന് എഴുതുന്നു. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ v = u + 2 ക്യാൻസൽ ആയതിനു ശേഷം gt എന്ന് കിട്ടുന്നു. വെലോസിറ്റി വാല്യൂ കിട്ടി. ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് ആക്സലറേഷൻ കിട്ടും. അപ്പൊ a = dv/dt അല്ലെങ്കിൽ d/dt ഓഫ് v. d/dt ഓഫ് വെലോസിറ്റി വാല്യൂ u + gt. ഇവിടെ d/dt ഓഫ് u ചെയ്യണം, അതുപോലെ d/dt ഓഫ് gt ചെയ്യണം. നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് 0 ആണ്. u എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് 0. അത് പ്രകാരം d/dt ഓഫ് u 0 പ്ലസ് g നമ്മൾ ഡിഫറൻസിയേഷന് പുറത്തെടുത്തിട്ട് d/dt ഓഫ് t ചെയ്യുമ്പോൾ 1 വരും. അപ്പോൾ d/dt ഓഫ് gt-യുടെ ആൻസർ g എന്ന് കിട്ടുന്നു. അപ്പൊ ആക്സലറേഷൻ a = g. ഇനി ഫോഴ്സ് എഴുതാം. F = ma, that is equal to mg. y = ut + ½ gt² എന്ന ഡിസ്പ്ലേസ്മെന്റ് ഉള്ള ഒരു കേസിൽ അവിടുത്തെ വെലോസിറ്റി v = u + gt ആയിരിക്കും. ആക്സലറേഷൻ a = g ആയിരിക്കും. ഫോഴ്സ് F = mg ആയിരിക്കും. Fourth problem, a body of mass 5 kg is acted upon by two perpendicular forces 8 Newton and 6 Newton. Give the magnitude and direction of the acceleration of the body. ഈ ഫിഗർ നോക്കൂ. ഇവിടെ 8 ന്യൂട്ടൺ 6 ന്യൂട്ടൺ എന്നീ രണ്ട് ഫോഴ്സുകൾ ആണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ ഫോഴ്സിനെ നമ്മൾ F1 എന്നെടുക്കുന്നു. F1 = 8 ന്യൂട്ടൺ, F2 = 6 ന്യൂട്ടൺ. ഈ രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നത് മൂലം ഒരു ബോഡിക്ക് ഉണ്ടാവുന്ന ആക്സലറേഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഈ രണ്ട് ഫോഴ്സുകളുടെയും റിസൾട്ടന്റ് ഫോഴ്സ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ ഉപയോഗിക്കുന്നത്. പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ പ്രകാരം F1 എന്ന ഒരു ഫോഴ്സ് F2
എന്ന മറ്റൊരു ഫോഴ്സ്. ഇത് പാരലോഗ്രാമിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡുകളായിട്ട് വന്നു കഴിഞ്ഞാൽ ഡയഗണൽ ആയിരിക്കും. ഈ ഡയഗണൽ ആയിരിക്കും സം എന്ന് പറയുന്നത്. അപ്പോൾ വെക്ടർ എഫ് ആണ് ഈ ഡയഗണലെ സൂചിപ്പിക്കുന്ന ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് എങ്കിൽ ആ വെക്ടർ എഫിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എഫ് ഈസ് ഈക്വൽ ടു എഫ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് f1 സ്ക്വയർ പ്ലസ് f2 സ്ക്വയർ പ്ലസ് 2f1 f2 കോസ് തീറ്റ. തന്നിരിക്കുന്ന പ്രോബ്ലത്തില് രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് f1 സ്ക്വയർ പ്ലസ് f2 സ്ക്വയർ പ്ലസ് 2f1 f2 കോസ് 90. ഈ ജനറൽ ഫിഗറിൽ ആംഗിൾ തീറ്റയാണ്, എന്നാൽ ഇവിടെ ആംഗിൾ 90 ഡിഗ്രിയാണ്. അതുകൊണ്ടാണ് കോസ് 90 എന്ന് കൊടുക്കുന്നത്. കോസ് 90 0 ആണ്. അപ്പൊ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് f1 സ്ക്വയർ പ്ലസ് f2 സ്ക്വയർ എന്ന് എഴുതാം. f1 8 f2 6. അത് ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് 10 ന്യൂട്ടൺ എന്ന് കിട്ടും. രണ്ട് ഫോഴ്സുകളുടെയും റിസൾട്ടന്റ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് 10 ന്യൂട്ടൺ. ആക്സലറേഷൻ കണ്ടുപിടിക്കാം. a is equal to f by m, that is equal to 10 divided by mass 5 ആണ്. അപ്പൊ നമുക്ക് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടുന്നു. ആക്സലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആക്സലറേഷൻ എന്ന് പറയുന്നത് റിസൾട്ടന്റ് ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും. അടുത്ത മൂന്ന് പ്രോബ്ലങ്ങൾ എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന ഇക്വേഷനിൽ എയുടെ വാല്യൂ വി മൈനസ് യു ബൈ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്ന ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന പ്രോബ്ലങ്ങളാണ്. പ്രോബ്ലം നമ്പർ 5. A constant retarding force of 15 Newton is applied to a body of mass 20 kg moving initially with a speed of 15 meter per second. How long does the body take to stop? ഈ ഫിഗർ നോക്കാം. 20 കിലോഗ്രാം മാസ് ഉള്ള ബോഡി 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന ഇനിഷ്യൽ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 15 ന്യൂട്ടൺ അപ്ലൈ ചെയ്ത് ഈ ബോഡിയെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യിക്കണം. എന്ന് പറഞ്ഞാൽ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 15-ൽ നിന്ന് ഫൈനൽ വെലോസിറ്റി 0-ലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി എത്ര ടൈം എടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന ഇക്വേഷൻ വെച്ചാണ് നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ടൈമിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ടൈം, ആക്സലറേഷൻ, ഇത്രയും ഉൾപ്പെടുത്തി നമുക്ക് എഴുതാവുന്ന ഇക്വേഷൻ ആണ് v ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അവിടുന്ന് ആക്സലറേഷൻ കണ്ടുപിടിക്കാം v മൈനസ് യു ബൈ ടി. ഈ ആക്സലറേഷന്റെ വാല്യൂ എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്ന് കിട്ടുന്നു. ഇവിടുന്ന് ടൈമിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ടൈം ടി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ എഫ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് -6 സെക്കൻഡ് എന്ന് കിട്ടും. ടൈം എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പൊ നമ്മൾ എടുത്തെഴുതുന്നു ടൈം 6 സെക്കൻഡ്. Problem number 6. A constant force acting on a body of mass 3 kg changes its speed from 2 meter per second to 3.5 meter per second in 25 seconds. The direction of motion of the body remains unchanged. What is the magnitude and the direction of the force? ഇത് നേരത്തെ ചെയ്ത അതേ ടൈപ്പ് പ്രോബ്ലം ആണ്. 3 കിലോഗ്രാം മാസ് ഉള്ള ഒരു ബോഡിയുടെ സ്പീഡ് 2 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 3.5 മീറ്റർ പെർ സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്യണം 25 സെക്കൻഡുകളിൽ. അങ്ങനെയെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എത്രയാണ്? ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കുക. എഫ് ഈസ് ഈക്വൽ ടു എം എന്ന ഇക്വേഷൻ വെച്ചാണ് നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടത്. മാസ് 3 കിലോഗ്രാം തന്നിട്ടുണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി യു 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫൈനൽ വെലോസിറ്റി വി 3.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ടൈം 25 സെക്കൻഡ് ആണ്. ഫോഴ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന ഇക്വേഷനിൽ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. അപ്പൊ നമ്മൾ വാല്യൂ കൊടുത്ത് ഫോഴ്സ് കണ്ടുപിടിക്കുന്നു. 0.18 ന്യൂട്ടൺ എന്ന് കിട്ടുന്നു. ബോഡിയുടെ ഡയറക്ഷൻ ഓഫ് മോഷൻ തന്നെയായിരിക്കും ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7. The driver of a three-wheeler moving with a speed of 36 km/h sees a child standing in the middle of the road and brings his vehicle to rest in 4 seconds just in time to save the child. What is the average retarding force on the vehicle? The mass of the three-wheeler is 400 kg and the mass of the driver is 65 kg. ഒരു ത്രീ-വീലർ ഓടിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് 36 km/h ആണ്. അതിന്റെ ഡ്രൈവർ റോഡിന്റെ മധ്യഭാഗത്തായിട്ട് ഒരു കുട്ടി നിൽക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യണം. വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യുന്നത് 4 സെക്കൻഡ് ടൈം എടുത്താണ്. ഈ ഡ്രൈവർ വാഹനത്തിൽ പ്രയോഗിക്കുന്ന റിട്ടാർഡിംഗ് ഫോഴ്സ് എത്രയാണ്? മാസ് ഓഫ് വെഹിക്കിൾ തന്നിട്ടുണ്ട്, മാസ് ഓഫ് ഡ്രൈവർ തന്നിട്ടുണ്ട്. നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം ആണ്. ഇവിടെ റിട്ടാർഡിംഗ് ഫോഴ്സ് കണ്ടുപിടിക്കണം എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ടോട്ടൽ മാസ് എന്ന് പറയുന്നത് വെഹിക്കിളിന്റെ മാസ് പ്ലസ് ഡ്രൈവറിന്റെ മാസ്. അപ്പോൾ 465 കിലോഗ്രാം എന്ന് എഴുതാം. ഇനിഷ്യൽ വെലോസിറ്റി 36 km/h എന്നാണ് തന്നിരിക്കുന്നത്. അതിനെ മീറ്റർ പെർ സെക്കൻഡിലാക്കാം. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. ഈ ത്രീ വീലർ ഫോഴ്സ് അപ്ലൈ ചെയ്ത് റെസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഫൈനൽ വെലോസിറ്റി 0 എന്ന് എടുക്കുന്നു. 4 സെക്കൻഡുകളിലാണ് ഇത് സംഭവിക്കുന്നത്. റിട്ടാർഡിംഗ് ഫോഴ്സ് എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എം എ
എയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം v മൈനസ് യു ബൈ ടി. അപ്പോൾ F ഈസ് ഈക്വൽ ടു m ഇൻറ്റു v മൈനസ് യു ബൈ ടി. ഡാറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഫോഴ്സിന്റെ വാല്യൂ കിട്ടുന്നു -1162.5 ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് റിട്ടാർഡിംഗ് ഫോഴ്സിന്റെ വാല്യൂ പറയാം 1162.5 ന്യൂട്ടൺ. അടുത്ത രണ്ട് പ്രോബ്ലങ്ങൾ F ഈസ് ഈക്വൽ ടു m എന്ന ഇക്വേഷനിൽ എയുടെ വാല്യൂ v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ 2s എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് F ഈസ് ഈക്വൽ ടു m ഇൻറ്റു v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ 2s എന്ന ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതാണ്. Question number 8. A bullet of mass 0.04 kilogram moving with a speed of 90 meter per second enters a heavy wooden block and is stopped after a distance of 60 centimeter. What is the average resistive force exerted by the block on the bullet? ഈ ഫിഗർ നോക്കാം. 0.04 കിലോഗ്രാം മാസ് ഉള്ള ബുള്ളറ്റ് ഈ വുഡൻ ബ്ലോക്കിലേക്ക് എൻ്റർ ചെയ്യുവാണ്. എൻ്റർ ചെയ്യുന്ന വെലോസിറ്റി 90 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 60 സെന്റിമീറ്റർ ട്രാവൽ ചെയ്തതിനു ശേഷം ബുള്ളറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നാൽ ഫൈനൽ വെലോസിറ്റി 0 ആകും. അങ്ങനെയെങ്കിൽ ഈ വുഡൻ ബ്ലോക്ക് ബുള്ളറ്റിൽ പ്രയോഗിക്കുന്ന റെസിസ്റ്റീവ് ഫോഴ്സ് ആണ്, അല്ലെ റിട്ടാർഡിംഗ് ഫോഴ്സ് ആണ്. അപ്പൊ F ഈസ് ഈക്വൽ ടു m എന്ന ഇക്വേഷനിൽ എക്ക് v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2s എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആക്സലറേഷന്റെ വാല്യൂ കിട്ടുന്നു -6750 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫോഴ്സിന്റെ വാല്യൂ കിട്ടുന്നു -270 ന്യൂട്ടൺ. അപ്പോൾ റെസിസ്റ്റീവ് ഫോഴ്സ് നമുക്ക് എഴുതാം 270 ന്യൂട്ടൺ. Problem number 9. A bullet of mass 10 gram and a velocity 800 meter per second is passed through a mud wall of thickness 1 meter. Its velocity reduces to 100 meter per second. Find the average resistive force offered by the mud wall. ഇത് നേരത്തെ ചെയ്ത അതേ ടൈപ്പ് പ്രോബ്ലം ആണ്. ഒരു ബുള്ളറ്റ് 10 ഗ്രാം മാസ് ഉള്ള ഒരു ബുള്ളറ്റ് മഡ് വോളിലേക്ക് എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്യുന്ന വെലോസിറ്റി 800 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിനെ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി u ആയിട്ട് എടുക്കാം. മഡ് വോളിന്റെ തിക്നെസ് 1 മീറ്റർ ആണ്. മഡ് വോളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ബുള്ളറ്റിന്റെ വെലോസിറ്റി 100 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഫൈനൽ വെലോസിറ്റി 100 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് എടുക്കാം. മഡ് വോളിലൂടെ ബുള്ളറ്റ് പാസ് ചെയ്ത് പോകുന്നത് കൊണ്ട് മഡ് വോളിന്റെ തിക്നെസ് ഡിസ്പ്ലേസ്മെന്റ് s ആയിട്ട് എടുക്കാം. അപ്പൊ s is equal to 1 മീറ്റർ. നമുക്ക് ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫേർഡ് ബൈ ദി മഡ് വോൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. F ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, ആക്സലറേഷൻ ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് a is equal to v square minus u square by 2s. ആക്സലറേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിന്റെ വാല്യൂ F is equal to m എന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് -3150 ന്യൂട്ടൺ എന്ന് കിട്ടുന്നു. റെസിസ്റ്റീവ് ഫോഴ്സിന്റെ വാല്യൂ എഴുതാം 3150 ന്യൂട്ടൺ. അടുത്തത് റീകോയിൽ വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്. പ്രോബ്ലം നമ്പർ 10. A shell of mass 0.020 kilogram is fired by a gun of mass 100 kilogram. If the muzzle speed of the shell is 80 meter per second, what is the recoil speed of the gun? Recoil velocity equation നമുക്കറിയാം v is equal to -mv divided by capital M. ഇവിടെ മാസ് ഓഫ് ബുള്ളറ്റ് തന്നിട്ടുണ്ട്, മാസ് ഓഫ് ഗൺ തന്നിട്ടുണ്ട്, ബുള്ളറ്റിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. റീകോയിൽ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റീകോയിൽ വെലോസിറ്റി കിട്ടുന്നു 0.016 മീറ്റർ പെർ സെക്കൻഡ്. Problem number 11. A mass of 4 kg rests on a horizontal plane. The plane is gradually inclined until at an angle 15 degree with the horizontal. The mass just begins to slide. What is the coefficient of static friction between the block and the surface? ഈ ഫിഗർ നോക്കാം. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഇൻക്ലൈൻഡ് പ്ലെയിനെ നമ്മൾ ഗ്രാജുവലി ഇൻക്ലൈൻ ചെയ്ത് കൊണ്ടുവരുന്നു. ഈ 4 kg മാസ് ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് ആവുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ മൂവ് ചെയ്യാൻ തുടങ്ങുന്ന ആ സമയം വരെ ചരിച്ചു കൊണ്ടുവരുന്നു. ഈ കേസിൽ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇത് ആംഗിൾ ഓഫ് റീപോസുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്. നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് എന്താണെന്ന് പറഞ്ഞു. ആംഗിൾ ഓഫ് റീപോസ് ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആൻഡ് ഹൊറിസോണ്ടൽ വെൻ എ ബോഡി ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് ഡൗൺ. അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ആണ് μs is equal to tan theta. പെട്ടെന്ന് നമുക്ക് ചെയ്യാം. tan theta is equal to tan 50 is equal to 0.27. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ കിട്ടുന്നു 0.27. Problem number 12. Determine the maximum acceleration of the train in which a box is lying on its floor will remain stationary given that the coefficient of static friction between the box and the train's floor is 0.15.
ഈ ഫിഗർ നമുക്കൊന്ന് നോക്കാം. ഒരു ട്രെയിൻ ബോഗിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ട്രെയിൻ ബോഗിയിൽ ഒരു ബോക്സ് ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും സ്റ്റേഷനറി ആയിട്ടാണ് ഇരിക്കുന്നത്. ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ ആ ഡയറക്ഷനിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ ഈ ബോക്സ് സ്റ്റേഷനറി ആയിട്ടിരിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാൾ കുറവാണ്. ദാറ്റ് ഈസ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എസ്. എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. എക്സ്റ്റേണൽ ഫോഴ്സിനെ എം എ എന്ന് കൊടുക്കാം. ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് എസ് മ്യൂ എസ് ഇൻറ്റു എൻ എന്ന് കൊടുക്കാം. അപ്പോൾ എം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു എൻ. നമുക്ക് നോർമൽ റിയാക്ഷൻ എൻ ഈസ് ഈക്വൽ ടു എം ജി എന്ന് കൊടുക്കാം. കാരണം നോർമൽ റിയാക്ഷന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു എം ജി. എം ക്യാൻസൽ ആയി പോകുന്നു. ബാക്കി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു എം ജി. ഈ ബോക്സ് സ്റ്റേഷനറി ആയിട്ടിരിക്കണമെങ്കിൽ ട്രെയിനിന്റെ ആക്സലറേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു ഇഞ്ചി ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ ബോക്സ് സ്റ്റേഷനറി ആയിട്ടിരിക്കത്തുള്ളൂ. ബോക്സ് സ്റ്റേഷനറി ആയിട്ടിരുന്നുകൊണ്ട് തന്നെ മാക്സിമം പോസിബിൾ ആവുന്ന ആക്സലറേഷൻ അതിന്റെ വാല്യൂ മ്യൂ എസ് ഇൻറ്റു ജി ആയിരിക്കും. അപ്പൊ തന്നിരിക്കുന്ന മ്യൂ എസിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജിക്ക് 10 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ മാക്സിമം ആക്സലറേഷന്റെ വാല്യൂ കിട്ടുന്നു 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത പ്രോബ്ലം, ഒരു ലെവൽ റോഡിൽ ഒരു കാർ അല്ലെങ്കിൽ ഒരു വാഹനം ഒരു സർക്കുലർ ടേൺ പാസ് ചെയ്യുമ്പോൾ അതിന്റെ മാക്സിമം അലൗഡ് സ്പീഡ് എത്ര എന്ന് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആണ്. ഈ സർക്കുലർ ടേൺ നടത്തുമ്പോൾ റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത് ആർ എന്ന് എടുത്താൽ മാക്സിമം അലൗഡ് സ്പീഡിന്റെ ഇക്വേഷൻ ആണ് √μs(r)g. പ്രോബ്ലം നമ്പർ 13. എ ബെൻഡ് ഇൻ എ ലെവൽ റോഡ് ഹാസ് എ റേഡിയസ് ഓഫ് 100 meter. Find the maximum speed with which a car turns the bend without skidding if the coefficient of friction between the tires and the road is 0.8. ഇവിടെ റേഡിയസ് ഓഫ് സർക്കുലർ ടേൺ തന്നിരിക്കുന്നു. r is equal to 100 meter. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 0.8 ആണ്. മാക്സിമം അലൗഡ് സ്പീഡ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ √μs ഇൻറ്റു r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് മാക്സിമം അലൗഡ് സ്പീഡിന്റെ വാല്യൂ കിട്ടുന്നു 28 മീറ്റർ പെർ സെക്കൻഡ്. Problem number 14. A cyclist speeding at 18 km per hour on a level road takes a sharp circular turn of radius 3 meter without reducing the speed. The coefficient of static friction between the tires and the road is 0.1. Will the cyclist slip while taking the turn? ഒരു സൈക്ലിസ്റ്റ് 18 km per hour ഒരു ലെവൽ റോഡിലൂടെ ട്രാവൽ ചെയ്യുന്നു. അയാൾ പെട്ടെന്ന് 3 meter റേഡിയസ് ഉള്ള ഒരു ഷാർപ്പ് സർക്കുലർ ടേൺ എടുക്കുന്നു. അത് സ്പീഡ് കുറയ്ക്കാതെയാണ് പെട്ടെന്ന് ടേൺ ചെയ്യുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് 0.1. ഷാർപ്പ് സർക്കുലർ ടേൺ എടുക്കുമ്പോൾ സ്ലിപ്പ് ചെയ്യുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു വെഹിക്കിൾ ഷാർപ്പ് സർക്കുലർ ടേൺ എടുക്കുന്ന സമയത്ത് അതിന്റെ മാക്സിമം അലൗഡ് സ്പീഡിന്റെ ഇക്വേഷൻ നമ്മൾ തൊട്ടുമുന്നത്തെ പ്രോബ്ലത്തിൽ പഠിച്ചതാണ്. മാക്സിമം അലൗഡ് സ്പീഡിന്റെ ഇക്വേഷൻ ആണ് √μs ഇൻറ്റു rg. ഇവിടെയും √μs ഇൻറ്റു rg വെച്ച് മാക്സിമം അലൗഡ് സ്പീഡ് കണ്ടുപിടിക്കുക. ആ മാക്സിമം അലൗഡ് സ്പീഡിനേക്കാൾ കുറവാണ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എങ്കിൽ ഇയാൾ സ്ലിപ്പ് ചെയ്യത്തില്ല. എന്നാൽ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് മാക്സിമം അലൗഡ് സ്പീഡിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇയാൾ സ്ലിപ്പ് ചെയ്യും. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് 18 km/h എന്ന് തന്നിരിക്കുന്നു. അതിനെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മീറ്റർ പെർ സെക്കൻഡ് ആക്കി. അപ്പൊ നമുക്ക് 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. തന്നിരിക്കുന്ന റേഡിയസ് 3 മീറ്റർ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.1. ഈ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് മാക്സിമം അലൗഡ് സ്പീഡ് കണ്ടുപിടിക്കുന്നു. മാക്സിമം അലൗഡ് സ്പീഡിന്റെ ഇക്വേഷൻ √μs ഇൻറ്റു rg. മ്യൂസിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, റേഡിയസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ജിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് മാക്സിമം അലൗഡ് സ്പീഡിന്റെ വാല്യൂ കിട്ടുന്നു 1.714 മീറ്റർ പെർ സെക്കൻഡ്. പക്ഷെ ഇദ്ദേഹം ട്രാവൽ ചെയ്യുന്നത് 5 മീറ്റർ പെർ സെക്കൻഡിലാണ്. എന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് മാക്സിമം അലൗഡ് സ്പീഡിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് സൈക്ലിസ്റ്റ് സ്ലിപ്പ് ചെയ്യുന്നു. Problem number 15. A car traveling at a speed of 60 km/h takes a level turn of radius 40 meter. Calculate the coefficient of friction between the tires and the ground. നേരത്തെ ചെയ്ത അതേ ടൈപ്പ് പ്രോബ്ലം ആണ്. മാക്സിമം അലൗഡ് സ്പീഡിന്റെ ഇക്വേഷനകത്തുനിന്ന് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കണം. അപ്പൊ മാക്സിമം അലൗഡ് സ്പീഡ് തന്നിട്ടുണ്ട് 60 km/h. അതിനെ മീറ്റർ പെർ സെക്കൻഡിലാക്കുമ്പോൾ 50/3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. റേഡിയസ് 40 മീറ്റർ ആണ്. µs എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വി അലൗഡ് ഇക്വേഷൻ നമുക്കറിയാം √μs ഇൻറ്റു rg. ഇക്വേഷന്റെ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുന്നു. എന്നിട്ട് മ്യൂസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. µs ഈസ് ഈക്വൽ ടു വി അലൗഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ rg. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ വാല്യൂ കിട്ടുന്നു 0.708. Problem number 16. A cyclist riding at a speed of 14√3 meter per second takes a turn around a circular road of radius 20√3 meter. What is the inclination to the vertical?
ഈ ഫിഗർ നോക്കാം. ഒരു സൈക്ലിസ്റ്റ് 14√3 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ 20√3 റേഡിയസ് ഉള്ള ഒരു സർക്കുലർ റോഡിലൂടെ ടേൺ ചെയ്യുന്നു. അങ്ങനെ ടേൺ ചെയ്യുമ്പോൾ അദ്ദേഹം വെർട്ടിക്കൽ ഡയറക്ഷനിൽ നിന്ന് ബെൻഡ് ചെയ്യേണ്ടി വരും. ഇദ്ദേഹം ബെൻഡ് ചെയ്യുന്നത് ഏത് ആംഗിളിലാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഇത് ചെയ്യാൻ ടാൻ തീറ്റ ഈക്വൽ ടു v²/rg എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അവിടുന്ന് തീറ്റ കണ്ടുപിടിക്കാം. ടാൻ ഇൻവേഴ്സ് v²/rg. വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ജിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 1.73 എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി ആണ്. Problem number 17. An aircraft executes a horizontal loop at a speed of 720 km per hour with its wings banked at a 15 degree. What is the radius of the loop? ഈ ഫിഗർ നോക്കാം. ഒരു എയർക്രാഫ്റ്റ് ഒരു ഹൊറിസോണ്ടൽ ലൂപ്പിലൂടെ മൂവ് ചെയ്യുന്നു 720 km per hour. എയർക്രാഫ്റ്റിന്റെ വിങ്സ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ നിന്ന് 15 ഡിഗ്രി ആംഗിളിലാണ് ബാങ്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ റേഡിയസ് ഓഫ് ഹൊറിസോണ്ടൽ ലൂപ്പ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ എയർക്രാഫ്റ്റ് കവർ ചെയ്യുന്ന ഹൊറിസോണ്ടൽ ലൂപ്പിന്റെ റേഡിയസ് എത്ര എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ആണ് ടാൻ തീറ്റ ഈക്വൽ ടു v²/rg. അവിടുന്ന് ആറിന്റെ ഇക്വേഷൻ എഴുതാം v²/g ടാൻ തീറ്റ. നമ്മൾ വെലോസിറ്റി 720 km per hour തന്നിരിക്കുന്നതിനെ മീറ്റർ പെർ സെക്കൻഡ് ആയി കൺവേർട്ട് ചെയ്യുമ്പോൾ 200 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. ആ വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ജിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ടാൻ തീറ്റ ടാൻ 15 എന്ന് കൊടുക്കുന്നു. അപ്പോൾ റേഡിയസിന്റെ വാല്യൂ കിട്ടുന്നു 1.52 × 10⁴ മീറ്റർ. Problem number 18. A circular racetrack of radius 300 meter is banked at an angle of 15 degree. If the coefficient of friction between the wheels of a race car and the road is 0.2, what is the optimum speed of the race car to avoid wear and tear on its tires and maximum permissible speed to avoid slipping? The banking of കർവുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്. ഈ ഫിഗർ നോക്കാം. ഒരു സർക്കുലർ റേസ് ട്രാക്കിന്റെ റേഡിയസ് 300 മീറ്റർ ആണ്. അത് ഹൊറിസോണ്ടലിൽ നിന്ന് 15 ഡിഗ്രി ആംഗിളിൽ ബാങ്ക് ചെയ്തിരിക്കുകയാണ്. കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് 0.2. അങ്ങനെയെങ്കിൽ ഈ വാഹനത്തിന്റെ ഒപ്റ്റിമം സ്പീഡ് കണ്ടുപിടിക്കുക, മാക്സിമം പെർമിസിബിൾ സ്പീഡ് കണ്ടുപിടിക്കുക. ഒപ്റ്റിമം സ്പീഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം. VO √rg ടാൻ തീറ്റ. ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ജിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ടാൻ തീറ്റ ടാൻ 15 എന്ന് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ഒപ്റ്റിമം സ്പീഡിന്റെ വാല്യൂ കിട്ടുന്നു 28.1 മീറ്റർ പെർ സെക്കൻഡ്. ഇനി മാക്സിമം പെർമിസിബിൾ സ്പീഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം. Vmax √rg × μs plus tan theta divided by 1 minus μs tan theta. ഇവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം പെർമിസിബിൾ സ്പീഡിന്റെ വാല്യൂ കിട്ടുന്നു 38.1 മീറ്റർ പെർ സെക്കൻഡ്. Problem number 19. A circular racetrack of radius 400 meter is banked at an angle of 5 degree with the horizontal. A partil obtain an expression for maximum permissible speed considering the force of friction. B partil calculate the maximum permissible speed of the car if the coefficient of friction is 0.2. ഇതും ബാങ്കിങ് ഓഫ് കർവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 400 മീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ റേസ് ട്രാക്ക് 5 ഡിഗ്രി ആംഗിളിൽ ബാങ്ക് ചെയ്തിരിക്കുകയാണ്. എ പാർട്ടിൽ മാക്സിമം പെർമിസിബിൾ സ്പീഡിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം മാക്സിമം പെർമിസിബിൾ സ്പീഡിന്റെ ഇക്വേഷൻ ആണ് Vmax √rg × μs plus tan theta divided by 1 minus μs tan theta. ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ എഴുതുമ്പോൾ എ പാർട്ടിന്റെ ആൻസർ ആവും. ഇനി ബി പാർട്ടിലെ കാൽക്കുലേറ്റ് ദി മാക്സിമം പെർമിസിബിൾ സ്പീഡ് ഓഫ് ദി കാർ ഇഫ് ദി കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് 0.2. അത് ഈ ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. ആറിന്റെ വാല്യൂ 400 മീറ്റർ, മ്യൂസിന്റെ വാല്യൂ 0.2, തീറ്റ 5 ഡിഗ്രി. അപ്പോൾ Vmax √rg × μs plus tan theta divided by 1 minus μs tan theta. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം പെർമിസിബിൾ സ്പീഡിന്റെ വാല്യൂ കിട്ടുന്നു 33.86 മീറ്റർ പെർ സെക്കൻഡ്. Problem number 20. The outer side of a circular track of radius 200 meter is raised to make an angle of 15 degree with the horizontal. Coefficient of friction is 0.25. Calculate the maximum permissible speed to avoid skidding. ഇതും നേരത്തെ ചെയ്ത ടൈപ്പ് പ്രോബ്ലം ആണ്. 200 മീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ റേസ് ട്രാക്ക് 15 ഡിഗ്രി ആംഗിളിലാണ് ബാങ്ക് ചെയ്തിരിക്കുന്നത്. കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.25 ആണ്. അങ്ങനെയെങ്കിൽ മാക്സിമം പെർമിസിബിൾ സ്പീഡ് കണ്ടുപിടിക്കുക. നമ്മൾ വാല്യൂസ് എല്ലാം എടുത്തിടുന്നു. ആറിന്റെ വാല്യൂ 200 മീറ്റർ, മ്യൂസിന്റെ വാല്യൂ 0.25, തീറ്റയുടെ വാല്യൂ 15 ഡിഗ്രി. മാക്സിമം പെർമിസിബിൾ സ്പീഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം. Vmax √rg × μs plus tan theta divided by 1 minus μs tan theta. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് മാക്സിമം പെർമിസിബിൾ സ്പീഡിന്റെ വാല്യൂ കിട്ടുന്നു 32.98 മീറ്റർ പെർ സെക്കൻഡ്.